മൂന്നാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിന് സമീപം നാഷണൽ ഗാർഡ് സേനാംഗങ്ങൾക്ക് നേരെ അഫ്ഗാൻ പൗരൻ നടത്തിയ ആക്രമണത്തെ കൂട്ടുപിടിച്ചാണ് കുടിയേറ്റ നയത്തിൽ കടുത്ത നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നത്. ബൈഡൻ ഭരണകാലത്ത് അനധികൃതമായി പ്രവേശിച്ച ദശലക്ഷക്കണക്കിന് ആളുകളെ നീക്കം ചെയ്യുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എന്താണ് ട്രംപിന്റെ നീക്കങ്ങൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നവംബർ 27-ന് US പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് സമീപം നാഷണൽ ഗാർഡ് സേനാംഗങ്ങൾക്ക് നേരെ ഒരാൾ വെടിയുതിർത്ത സംഭവം രാജ്യത്തെ ഒന്നാകെ നടുക്കിയിരുന്നു. 2021 സെപ്റ്റംബറിൽ ഹ്യൂമാനിറ്റേറിയൻ പരോൾ വഴി അമേരിക്കയിലേക്ക് വന്ന 29-കാരനായ അഫ്ഗാൻ പൗരനായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. 2025-ൽ ട്രംപിന്റെ ഭരണകാലത്താണ് ഇയാൾക്ക് അസൈലം ലഭിക്കുന്നത്. വാഷിംഗ്ടണിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഇയാൾ കാറിൽ DC-യിലേക്ക് യാത്ര ചെയ്യവെയാണ് ആക്രമണം നടത്തുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണെന്നാണ് DC പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് മൂന്നാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം പൂർണ്ണമായി നിർത്തിവെക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോ ബൈഡന്റെ ഭരണകാലത്ത് അനധികൃതമായി പ്രവേശിച്ച ദശലക്ഷക്കണക്കിന് ആളുകളെ നീക്കം ചെയ്യാനും അമേരിക്കൻ സംവിധാനം പൂർണ്ണമായി വീണ്ടെടുക്കാനും എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം എന്നേക്കുമായി നിർത്തലാക്കുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളെയാണ് സാധാരണയായി ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപ്രകാരം ആകെ 44 രാജ്യങ്ങളാണ് മൂന്നാം ലോക രാഷ്ട്രങ്ങളായുള്ളത്. അതിൽ 32 എണ്ണം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ളതും അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിങ്ങനെ 8 രാജ്യങ്ങൾ ഏഷ്യയിൽ നിന്നുള്ളതും ഉൾപ്പെടുന്നു. 2025 ജൂണിലെ ട്രംപിന്റെ ട്രാവൽ ബാൻ ലിസ്റ്റിലുള്ള 19 രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ മൂന്നാം ലോകം എന്നതുകൊണ്ട് ട്രംപ് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വൈറ്റ് ഹൗസിലുണ്ടായ ആക്രമണത്തിന് ബൈഡൻ ഭരണകൂടത്തെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയാണ് ട്രംപ്. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് റിപ്പോർട്ടറോട് തട്ടിക്കയറുകയും ചെയ്തു. ബൈഡന്റെ ഓട്ടോപെൻ അംഗീകാര പ്രക്രിയയിലൂടെയാണ് അക്രമി അകത്തേക്ക് കയറിയത്. നിങ്ങൾ വിഡ്ഢികളായതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഒരിക്കൽ രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്താക്കൽ അസാധ്യമാക്കുന്ന ഒരു നിയമമാണ് നിലവിലുള്ളത്. യാതൊരു പരിശോധനയും കൂടാതെ വലിയ വിമാനങ്ങളിലാണ് അവർ വന്നിറങ്ങുന്നത്. നിയന്ത്രിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. വെടിവെപ്പിലെ പ്രതിയായ റഹ്മാനുല്ലാ ലഖൻവാൾ ഓപ്പറേഷൻ അലീസ് വെൽക്കം എന്ന ബൈഡൻ കാലഘട്ടത്തിലെ അഫ്ഗാൻ പൗരന്മാരെ പുനരധിവസിപ്പിക്കാനുള്ള പരിപാടിയിലൂടെയാണ് US-ൽ എത്തിയത് എന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള US പിന്മാറ്റത്തിന് ശേഷം ബൈഡൻ ഭരണകാലത്ത് ആരംഭിച്ചതാണ് ഈ പദ്ധതി. ഓപ്പറേഷൻ അലീസ് വെൽക്കമിന് കീഴിൽ എത്തിയ മിക്ക അഫ്ഗാനിസ്ഥാനികൾക്കും സ്ഥിരമായ കുടിയേറ്റ പദവിയില്ലാതെ 2 വർഷത്തേക്ക് US-ൽ തുടരാനും അനുവാദമുണ്ടായിരുന്നു. പ്രവേശനം നേടിയ കുടിയേറ്റക്കാരിൽ 40%-ലധികം പേർക്കും പ്രത്യേക കുടിയേറ്റ വിസകൾക്കും അർഹതയുണ്ടായിരുന്നു. പ്രതിയായ ലഖൻവാൾ മുൻപ് അഫ്ഗാനിസ്ഥാനിൽ CIA-ക്കൊപ്പം പ്രവർത്തിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ കുടിയേറ്റം കാത്തുകഴിയുന്ന വലിയൊരു വിഭാഗത്തിന് ട്രംപിന്റെ പ്രഖ്യാപനം കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഫ്ഗാൻ പൗരന്മാരുടെ എല്ലാ ഇമിഗ്രേഷൻ അപേക്ഷകളും അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുകയും പൊതുജനങ്ങൾക്ക് ഭാരമാകുന്നവരോ സുരക്ഷാ ഭീഷണിയാകുന്നവരോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരോ ആയ ഏതൊരു വ്യക്തിയെയും നാട് കടത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിലുണ്ട്. എന്നാൽ ട്രംപ് മൂന്നാം ലോക രാജ്യങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കിയതെന്ന് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. അതിനാൽ ഏതൊക്കെ രാജ്യങ്ങളെ ലക്ഷ്യമിടാം എന്നതിനെക്കുറിച്ചുള്ള ഏത് ഊഹാപോഹവും അസ്ഥാനത്താണ്.